ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമവും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ നിയമവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാർക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണം. വിവരാവകാശത്തിൽ നിന്നും മനുഷ്യാവകാശത്തിൽ നിന്നുമുള്ള മുഴുവൻ മാർക്കുകളും ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ നമുക്ക് നോക്കാം വിവരാവകാശ നിയമം. എന്താണ് വിവരാവകാശ നിയമം? വിവരാവകാശ നിയമത്തെ അറിയപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നാണ് കേട്ടോ. അപ്പൊ വിവരാവകാശ നിയമം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. PYQ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, പഠിച്ചു വെക്കണം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. ഈ നിയമം എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്? ഈ നിയമം കൊണ്ടുവന്നത് അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുമായി പാസ്സാക്കപ്പെട്ട നിയമമാണ് വിവരാവകാശ നിയമം കേട്ടോ. നമുക്ക് തന്നെ അറിയാം ഈ വിവരാവകാശ നിയമം എന്താണ്. നമ്മളൊരു പൊതുജനത്തിന് എന്താണ് സർക്കാർ ഓഫീസുകളിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ അറിയാൻ സാധിക്കുന്ന ഒരു നിയമമാണ് വിവരാവകാശ നിയമം. ഈ ഒരു വിവരാവകാശ നിയമത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഴിമതി നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ സർക്കാരിന്റെ അഴിമതി നിയന്ത്രിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്യ ബോധം ഉണ്ടാക്കാനും സാധിക്കും. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ സുതാര്യമാക്കാനും സാധിക്കും ഈ ഒരു വിവരാവകാശ നിയമപ്രകാരം. അപ്പോൾ പഠിച്ചു വെക്കണം. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, പഠിച്ചു വെക്കുക. ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ്. സ്വീഡൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. സ്ഥിരമായിട്ട് നമ്മുടെ PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം, പഠിച്ചു വെക്കണം. നമ്മുടെ ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി അഥവാ വിവരാവകാശ നിയമത്തിന് മുൻപിൽ വന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. അടുത്ത പോയിന്റ്, വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടന ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറഞ്ഞ സംഘടനയാണ്. രാജസ്ഥാനിലുള്ളൊരു സംഘടനയാണ് കേട്ടോ, പഠിച്ചു നോക്കണം. വിവരാവകാശ നിയമം പാസാക്കുവാൻ കാരണമായ സംഘടന ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. ഇതിനായി പ്രചരണം ആരംഭിച്ചത് 1994 മുതലാണ് കേട്ടോ. ഈ ഒരു മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറഞ്ഞ സംഘടന എന്താണ് വിവരാവകാശ നിയമം പാസാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണം ആരംഭിച്ചത് 1994 മുതലാണ്. അതുപോലെ തന്നെ ഈ മസ്തൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? അരുണ റോയി ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിത ആരാണ്? അരുണ റോയ് ആണ് കേട്ടോ. അരുണ റോയ് ആണ്. അപ്പം നമ്മൾ എവിടെ കേട്ടാലും പഠിച്ചു വെക്കണം. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് കേട്ടാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ്? വിവരാവകാശം പാസ്സാക്കുവാൻ കാരണമായ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. അതുപോലെ തന്നെ ആ ഒരു സംഘടനയുടെ സ്ഥാപക നേതാവാണ് അരുണ റോയ് കേട്ടോ. അരുണ റോയ്. ഇനി നമ്മുടെ ഈ ഒരു വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. 1997 കേട്ടോ, പഠിച്ചു വെക്കണേ. വിവരാവകാശ നിയമം തദ്ദേശീയമായിട്ട് നമ്മുടെ രാജ്യത്തൊരു നിയമം വരുന്നതിന് മുമ്പ് തന്നെ എന്താണ് തമിഴ്നാട് സംസ്ഥാനത്ത് ഈ ഒരു നിയമം പാസ്സാക്കി, അതാണ് പറയുന്നത്. അപ്പൊ പഠിച്ചു വെക്കണം. വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. 1997 തമിഴ്നാട് വിവരാവകാശ നിയമം തദ്ദേശീയമായിട്ട് പാസ്സാക്കിയത്. ഇനി 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? രാജസ്ഥാനാണ് കേട്ടോ. കാരണം എന്താണ്? നമ്മുടെ മസ്തൂർ കിസാൻ ശക്തി സംഘടന പ്രക്ഷോഭങ്ങൾ കൂടുതൽ നടത്തിയിട്ടുള്ളത് ആ സംഘടന രാജസ്ഥാനിലുള്ള ഒരു സംഘടനയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമായിട്ട് രാജസ്ഥാൻ മാറി കേട്ടോ. പഠിച്ചു വെക്കണേ. രണ്ടും തമ്മിൽ തിരിഞ്ഞു പോയാൽ വിവരാവകാശ നിയമം തദ്ദേശീയമായി പാസ്സാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് 1997. എന്നാൽ 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? എൻ തിവാരിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യയിലെ രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? എൻ തിവാരിയാണ്. ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറായ
ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു ആണ് കേട്ടോ. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ആണ്. അതിനെ തുടർന്ന് ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ് കേട്ടോ. സുഷമ സിംഗ് ആണ്. അപ്പൊ പഠിച്ചു വെക്കണേ, മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ദീപക് സന്ധു ആണെങ്കിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിതയാണ് സുഷമ സിംഗ് കേട്ടോ. സുഷമ സിംഗ്. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ ആണ് കേട്ടോ. അപ്പൊ പ്രസന്റ് ആയിട്ടുള്ളതാണ്. നിലവിലെ കറണ്ട് അഫയർ ആണ്, പഠിച്ചു വെക്കണം. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയൽ. നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയൽ ആണ്. ഇനി നമ്മുടെ നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ മലയാളി ആരാണ്? PR രമേശ് ആണ് കേട്ടോ. അപ്പൊ ഈ രാജ്കുമാർ ഗോയൽ ഉൾപ്പെടുന്ന ഈ ഒരു കമ്മീഷനിലെ അംഗമാണ് PR രമേശ് കേട്ടോ. അതുകൂടെ ഒന്ന് കണക്ട് ചെയ്തോണം. നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായ മലയാളിയാണ് PR രമേശ്. അപ്പൊ നമുക്ക് നോക്കാം. നിലവിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുറമെ ആനന്ദി രാമലിംഗം, വിനോദ് കുമാർ തിവാരി, PR രമേശ്, നമ്മൾ പറഞ്ഞാണ് മലയാളിയായിട്ടുള്ള PR രമേശ് എന്നിവരുൾപ്പെടെയുള്ള മറ്റ് വിവരാവകാശ കമ്മീഷണറും ഈ ഒരു കമ്മീഷനിലുണ്ട് കേട്ടോ. ഈ കമ്മീഷന്റെ അധ്യക്ഷൻ അഥവാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. അദ്ദേഹത്തെ കൂടാതെ അംഗങ്ങളായിട്ട് ആനന്ദി രാമലിംഗം, വിനോദ് കുമാർ തിവാരി, PR രമേശ്, മലയാളിയായ PR രമേശ് എന്നിവരുൾപ്പെടെയുള്ള മറ്റ് വിവരാവകാശ കമ്മീഷണർമാരും കമ്മീഷനിൽ ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വിവരാവകാശ നിയമം 2005 എന്താണെന്ന് നോക്കാം. വിവരാവകാശ നിയമം 2005 ലോകസഭ പാസാക്കിയത് 2005 മെയ് 11 കേട്ടോ. ലോകസഭ പാസാക്കിയത് 2005 മെയ് 11 ലോകസഭ പാസാക്കിയത്. അതിനുശേഷം എന്താണ്? രാജ്യസഭയാണ് പാസാക്കുന്നത്. രാജ്യസഭ പാസാക്കിയത് 2005 മെയ് 12. മെയ് 11 ലോകസഭയും മെയ് 12 രാജ്യസഭയും. അതിനുശേഷം ജൂൺ 15 2005 ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവെച്ചു കേട്ടോ. അപ്പൊ വിവരാവകാശ നിയമം 2005 പ്രസിഡന്റ് എന്നാണ് ഒപ്പുവെച്ചത്? 2005 ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവെച്ചത്. ഇനി ഈ ഒരു വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 കേട്ടോ. പഠിച്ചു വെക്കണേ. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 നമ്മുടെ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. ഈ വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോഴുള്ള മുഖ്യമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ് കേട്ടോ. അപ്പോൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് ആണ് അത് പാസ്സാക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. വിവരാവകാശ നിയമം 2005 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2005 ജൂൺ 15. ഈ ഒരു വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. ഈ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. നിയമം പാസ്സാക്കുമ്പോഴുള്ള പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ക്ലിയർ ആണേ? ഇനി നമുക്ക് നോക്കാം. അടുത്തത് വിവരാവകാശ നിയമത്തിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കാം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക. 2 പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക. മൂന്നാമത്തേത് ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. 4ാമത്തേത് പൊതു അധികാരികളും അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം. വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക. പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക. ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക എന്നിവയൊക്കെയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന സെക്ഷനുകൾ നമുക്ക് നോക്കി പോകേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷൻ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് വിവരം. വിവരാവകാശ നിയമത്തിലെ വിവരം ഉൾപ്പെടുന്ന സെക്ഷനാണ് സെക്ഷൻ 2F കേട്ടോ. F നിങ്ങൾ വിവരം എന്നുള്ളതിനെ ഫയലിൽ നിന്ന് കണക്ട് ചെയ്യണേ. നമുക്കറിയാം ഒരു മൂവി ആയിക്കോട്ടെ, ഒരു മെയിൽ ആയിക്കോട്ടെ, ഒരു എന്തൊക്കെ ഒരു MP3 ഫോർമാറ്റ് ഫയൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വേർഡ് ഫയൽ ആയിക്കോട്ടെ, ഇതെല്ലാം സൂക്ഷിക്കുന്നതിന് നമ്മൾ എന്താണ് കമ്പ്യൂട്ടറിൽ പറയുന്നത്? ഫയലിൽ നിന്നല്ലേ പറയുന്നത്. അപ്പോൾ കണക്ട് ചെയ്തോണം.
വിവരത്തെ പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 2F, F ഫോർ ഫയൽ കേട്ടോ, ഫയൽ ഫോർ വിവരം കേട്ടോ. വിവരം സെക്ഷൻ 2F ആണ് കേട്ടോ. സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്, അതാണ് എടുത്തു പറയുന്നത്. അപ്പോൾ എന്താണ് വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു നിയമപ്രകാരം വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയെഴുത്തു പ്രതികൾ അടക്കമുള്ള രേഖകൾ, പ്രമാണങ്ങൾ, മെമ്മോകൾ, ഇമെയിലുകൾ, ഉത്തരവുകൾ, സർക്കുലറുകൾ, അതുപോലെ തന്നെ പ്രസ് റിലീസുകൾ, പിന്നെ റിപ്പോർട്ടുകൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ലോഗ് ബുക്കുകൾ, സാമ്പിളുകൾ, മാതൃകകൾ, ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ എന്നിവയെല്ലാം ഈ ഒരു വിവരാവകാശ നിയമം 2005 വിവരം എന്നതിൽ ഉൾപ്പെടുന്നവയാണ് കേട്ടോ. വിവരം എന്നതിനെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 2F കേട്ടോ. സെക്ഷൻ 2F, F ഫോർ ഫയൽ, ഫയൽ ഫോർ വിവരം എന്ന് കണക്ട് ചെയ്തോണേ. സെക്ഷൻ 2F ആണ് വിവരം. ഇനി അടുത്ത നോക്കാം. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 3 കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. എന്താണ്? വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ആണ് കേട്ടോ. സെക്ഷൻ 3 ആണ്. അടുത്ത നോക്കാം. പൊതു അധികാര സ്ഥാനങ്ങളുടെ ഉത്തരവാദിത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 4 കേട്ടോ. പൊതു അധികാര സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വത്തെ പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4 ആണ്. ഇനി അടുത്ത നോക്കാം. കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അതത് സംഗതി പോലെ 6-ാം വകുപ്പ് പ്രകാരമുള്ള ഒരു അപേക്ഷ ലഭിക്കുന്നതിന്മേൽ കഴിയുന്നതും വേഗത്തിലും ഏത് സംഗതിയിലും അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ വിവരം നൽകണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 30 ദിവസത്തിനുള്ളിൽ വിവരം നൽകണം. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. എന്താണ് നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മുമ്പാകെ നമ്മളൊരു വിവരത്തിന് വേണ്ടി അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അത് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് വിവരം നൽകേണ്ടതായിട്ട് വരും. പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഒരു അപേക്ഷ ലഭിക്കുന്നതിന് മേൽ അപേക്ഷ ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് വിവരം ലഭിക്കണം? 30 ദിവസത്തിനുള്ളിൽ വിവരം നൽകേണ്ടതാണ്. അതുകൂടാതെ തന്നെ പഠിച്ചു വെക്കണം, ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനുള്ളിൽ നൽകേണ്ടതാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, നമ്മളൊരു സാധാ ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ ആ അപേക്ഷ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താണ് വിവരം നൽകേണ്ടതായിട്ടുണ്ട്. നിയമപ്രകാരം വിവരം നൽകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് 48 മണിക്കൂറിനകം നൽകേണ്ടതാണ് കേട്ടോ. അപ്പോൾ സാധാ ഒരു വിവരമാണെങ്കിൽ 30 ദിവസം മതി കേട്ടോ. അത് നമുക്ക് ഞാനിപ്പോൾ ഒരു ഞാനൊരു സാധാ ഒരു വിവരം ഇപ്പോൾ മന്ത്രിമാരുടെ ശമ്പളം എത്രയാണെന്ന് പറഞ്ഞിട്ടൊരു വിവരാവകാശം കൊടുത്തു. ആ വിവരാവകാശം കൊടുത്ത് തന്നെ എനിക്ക് 30 ദിവസത്തിനുള്ളിൽ വിവരാവകാശം ലഭിക്കുകയുള്ളൂ. എന്നാൽ എൻ്റെ ജീവനെയോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിച്ചുള്ള അപേക്ഷയാണ് എന്ന് ഞാൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് 48 മണിക്കൂറിനകം എനിക്ക് വിവരം നൽകേണ്ടതാണ്. ക്ലിയർ ആണേ? അപ്പോൾ അത് രണ്ടും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് 3-ാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുത്തുന്നു എങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഓഫീസിലെ വിവരം ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ, നമ്മൾ അറിയാൻ വേണ്ടിയാണ് കൊടുക്കുന്നതെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നമുക്ക് കിട്ടും. എന്നാൽ മൂന്നാമതൊരു വേറൊരു വ്യക്തിയുടെ വിവരമാണ് നമുക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ എന്താണ് 40 ദിവസത്തിനുള്ളിലാണ് നമുക്കത് കിട്ടുന്നത് കേട്ടോ. അതാണ് പറയുന്നത്, 3-ാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുത്തുന്നു എങ്കിൽ മറുപടി ലഭിക്കേണ്ടത് 40 ദിവസത്തിനുള്ളിലാണ്. 40 ദിവസത്തിനുള്ളിലാണ്. അതിനുള്ള ഒരു ഇത് വരും. അതായത് 40 ദിവസം എന്ന് പറയുന്നതിനുള്ള ടൈം ലിമിറ്റ് പറയുന്നത് 3-ാം കക്ഷിയോട് അഭിപ്രായമാരായ വേണ്ട സമയപരിധി 5 ദിവസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ 3-ാം കക്ഷിയുടെ അയാളുടെ അഭിപ്രായം ആരായേണ്ട ആ വേണ്ട സമയപരിധി 5 ദിവസമാണ്. 3-ാം കക്ഷിക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 10 ദിവസമാണ്. അതുപോലെ തന്നെ അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി വരുമ്പോഴാണ് 40 ദിവസം എന്ന് പറയുന്നത്. 3-ാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുത്തുന്നുവെങ്കിൽ മറുപടി ലഭിക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ്? 40 ദിവസത്തിനുള്ളിലാണ്. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ് കേട്ടോ. അപ്പോൾ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ്. അതായത് 10 രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പോ 10 രൂപ ട്രഷറിയിൽ ഒടുക്കിയതിന്റെ അസൽ ചെല്ലാനോ
10 രൂപ നേരിട്ട് ഒടുക്കിയതിന്റെ രസീതോ 10 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റോ ബാങ്കേഴ്സ് ചെക്കോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓർ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിൽ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. അപ്പം നമ്മളൊരു വിവരം കൊടുക്കുമ്പോൾ ആ വിവരത്തിന് നൽകേണ്ട അപേക്ഷ ഫീസ് 10 രൂപയാണ്. ആ 10 രൂപ എന്ന് പറയുന്നത് 10 രൂപയുടെ ചിലപ്പോൾ കോർട്ട് ഫീസ് സ്റ്റാമ്പ് നമ്മൾ മേടിച്ചിട്ട് ആ വിവരത്തിന് മേലെ അച്ചടിച്ചു കൊടുക്കണം. അതായത് നമ്മൾ കൊടുക്കുന്ന അപേക്ഷയുടെ മേലെ. ഇല്ല എന്നുണ്ടെങ്കിൽ 10 രൂപ ട്രഷറിയിൽ ഒടുക്കിയതിന്റെ അസൽ ചെല്ലാനോ അതുകൂടാതെ തന്നെ അസൽ ചെല്ലാനോ അല്ലെങ്കിൽ 10 രൂപ നേരിട്ട് ഒടുക്കിയതിന്റെ രസീതോ 10 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ ബാങ്കേഴ്സ് ചെക്കോ ഇത്രയും കാര്യങ്ങൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓർ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ പേരിൽ അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇത് നോർമലായിട്ടുള്ള വ്യക്തികൾക്കാണ് വരുന്നത്. എന്നാൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അഥവാ BPL വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് നൽകുന്നതിലും വിവരങ്ങൾ നൽകുമ്പോൾ ഈടാക്കേണ്ട ചെലവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ BPL അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വ്യക്തികൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല കേട്ടോ. അതായത് അവർക്ക് ഈ പറഞ്ഞ 10 രൂപ അപേക്ഷാ ഫീസ് ഒന്നും കൊടുക്കേണ്ടതായിട്ടില്ല. ആ BPL അല്ലാത്ത നോർമലായിട്ടുള്ള വ്യക്തികൾക്ക് അതായത് BPL അല്ലാത്തവർക്ക് ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ് 10 രൂപ കേട്ടോ. അപ്പോൾ BPL ഉള്ളവർക്ക് അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അപേക്ഷാ ഫീസ് നൽകുന്നതിലും നിന്നും വിവരങ്ങൾ നൽകുമ്പോൾ ഈടാക്കേണ്ട ചെലവിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ക്ലിയർ ആണ്. അടുത്ത നോക്കാം. അതുപോലെ തന്നെ A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാക്കാൻ പേജ് 1-ന് 3 രൂപ ലഭിക്കേണ്ടതുണ്ട്. നമ്മൾ അപേക്ഷാ ഫീസ് നമുക്ക് കൊടുക്കുമ്പോഴാണ് നമുക്ക് 10 രൂപ കൊടുക്കേണ്ടത്. എന്നാൽ നമുക്ക് വിവരം നമ്മുടെ കയ്യിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ പേപ്പറിൽ വരാൻ പറ്റൂ. ആ പേപ്പർ കൊടുക്കുമ്പോൾ നമ്മൾ A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാക്കാൻ പേജ് 1-ന് 3 രൂപ ആണ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ നിയമം ഒന്ന് ഭേദഗതി ചെയ്തതിന് ശേഷം 3 രൂപയാണ്. ഇതിനു മുമ്പ് 2 രൂപയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ 3 രൂപയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. വിവരാവകാശ നിയമം നമുക്ക് കയ്യിൽ കിട്ടണമെങ്കിൽ A4 സൈസ് പേപ്പറിൽ വിവരം ലഭ്യമാക്കാൻ പേജ് 1-ന് 3 രൂപ നൽകേണ്ടതാണ്. അതോടൊപ്പം തന്നെ CD, ഫ്ലോപ്പി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭ്യമാക്കാൻ 75 രൂപ നിലവിൽ നൽകേണ്ടതായിട്ടുണ്ട്. മുമ്പ് 50 രൂപയായിരുന്നു നൽകേണ്ടതായിട്ടുള്ളത്. നിലവിൽ 75 രൂപയാണ് കേട്ടോ. നമുക്കറിയാം CD, ഫ്ലോപ്പി ഡിസ്ക് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭ്യമാക്കാൻ നിലവിൽ 75 രൂപ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത നോക്കാം. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8(1) പ്രതിപാദിക്കുന്നത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവയാണ് കേട്ടോ. അപ്പൊ എന്താണ് വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8(1) പ്രതിപാദിക്കുന്നത് വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് സെക്ഷൻ 8(1) പ്രകാരം താഴെ പറയുന്ന വിവരങ്ങൾ ഒരു പൗരനും നൽകാൻ പാടില്ല എന്നുള്ളതാണ്. എന്താണ് നൽകാൻ പാടില്ലാത്ത വിവരങ്ങൾ നമുക്ക് നോക്കാം. ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെയും തന്ത്രപ്രധാനമായ ശാസ്ത്രീയ സാമ്പത്തിക താൽപര്യങ്ങളെയും വിദേശ രാജ്യവുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായിട്ടുള്ള വിവരങ്ങളാണ് നൽകാൻ സാധിക്കാത്തത്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളോട് PSC പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു സെക്ഷനാണ് വിവരാവകാശ നിയമത്തിലെ സെക്ഷനാണ് സെക്ഷൻ 8(1). ഈ സെക്ഷൻ 8(1) പറയുമ്പോൾ നമ്മൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും രാജ്യത്തിന്റെ സുരക്ഷിതത്വവും നമുക്ക് തന്നെ അറിയാം. ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ തന്നെ അറിയാം. നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും അതുപോലെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിവരാവകാശം കൊടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെല്ലാം നടക്കും. നമ്മുടെ രാജ്യത്തിന്റെ അത് രാജ്യത്തെ തന്നെ പിടിച്ചു കൊടുക്കത്തില്ലേ. അതാണ് മോശപ്പെട്ട ആൾക്കാർ അത് യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെക്ഷൻ 8(1) പ്രകാരം വിവരങ്ങൾ ഒരു പൗരന് നൽകാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയും രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെയും തന്ത്രപ്രധാനമായ ശാസ്ത്രീയ സാമ്പത്തിക താൽപര്യങ്ങളെയും വിദേശ രാജ്യവുമായുള്ള ബന്ധത്തെയും ഹാനികരമായി ബാധിക്കുന്നതും അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിന് പ്രേരണ നൽകുന്നതുമായ വിവരങ്ങളാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നിയമ കോടതിയുടെയോ ട്രൈബ്യൂണലിന്റെയോ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വെളിപ്പെടുത്തുകൾ കോടതി ലക്ഷ്യമായി തീരുന്നതോ ആയ വിവരങ്ങൾ കേട്ടോ. ചില വിവരങ്ങൾ നമുക്കറിയാം. ചില കോടതി വിവരങ്ങൾ പറയും ഇത് കോടതിക്കും ആ പേഴ്സൺ മാത്രമേ അറിയാലോ. ഇപ്പോൾ വേറൊരാൾക്ക് അറിയാൻ സാധിക്കാത്ത വിവരങ്ങളല്ലേ. അത് കോടതി പറയും ഇതിന്റെ വിധി പ്രഖ്യാപിക്കുന്നത് വരെ ഒരു കാര്യവും ആർക്കും അറിയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അതും സെക്ഷൻ 8(1) പ്രകാരം നമുക്ക് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതല്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ.
കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ അഥവാ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 12 കേട്ടോ. പഠിച്ചു നോക്കണേ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 12 ആണ്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കവിയാത്തത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാണ് സെക്ഷൻ 12(2) പ്രകാരം പറയുന്നത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 12. എന്നാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് വിവരാവകാശ കമ്മീഷണറും 10 കവിയാത്തത്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങിയിരിക്കേണ്ടതാണ് എന്ന് സെക്ഷൻ 12(2) പ്രകാരം പറയുന്നു. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. ഒരു മിനിറ്റ്. അപ്പൊ എന്താണ്? നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെയും അതോടൊപ്പം തന്നെ കേന്ദ്ര വിവരാവകാശ കേന്ദ്ര വിവരാവകാശത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? അധ്യക്ഷൻ. ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ അധ്യക്ഷനായിട്ട് വരുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. അതോടൊപ്പം തന്നെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകൂടെ പറയാൻ പഠിച്ചു വെക്കണേ. ഇമ്പോർട്ടൻ്റ് ആണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അഥവാ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രധാനമന്ത്രിയാണ് ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. പിന്നെ രണ്ടാമത്തെ ആള് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്. മൂന്നാമത്തെ ആള് പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമാണ്. അടുത്ത പോയിന്റ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പാകെയാണ്? രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഈ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിക്കോട്ടെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയിക്കോട്ടെ, അവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിയുടെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ് കേട്ടോ. അപ്പം ഇവരെ നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ്. അതുപോലെ തന്നെ ഇവര് സത്യപ്രതിജ്ഞ ചൊല്ലുന്നതും രാഷ്ട്രപതിക്ക് മുമ്പിലാണ്. അതുപോലെ തന്നെ ഇവരുടെ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. അതുപോലെ തന്നെ ഇവരുടെ കാലാവധി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പഠിച്ചു വെക്കണം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെ കേട്ടോ. ഇതിലേതാണോ ആദ്യം സംഭവിക്കുന്നത് അതായിരിക്കും കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് തികയുന്നത് വരെയാണ് ഇവരുടെ കാലാവധിയായിട്ട് വരുന്നത്. ഇനി നമ്മൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ പ്രധാന വിവരങ്ങൾ നോക്കാം. ഫസ്റ്റ് തന്നെ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15 കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 12 ആണ്. എന്നാൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 15 ആണ് കേട്ടോ. സെക്ഷൻ 15 ആണ്. അടുത്ത നോക്കാം. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അഥവാ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും 10 കൂടാതെ ആവശ്യമെന്ന് കരുതുന്നത്രയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കേന്ദ്രത്തിലെ പോലെ തന്നെ എന്താണ്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതോടൊപ്പം തന്നെ 10 കൂടാതെ ആവശ്യമെന്ന് കരുതുന്നത്രയും എന്താണ്? വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണ്? അടുത്ത പോയിന്റ്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നത് ഗവർണറാണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യ ആൾ ആരാണ്? ഗവർണർ അല്ലേ. കേന്ദ്രത്തിലേത് നമ്മുടെ രാഷ്ട്രപതിയാണ്. നമ്മുടെ രാജ്യത്തേത് രാഷ്ട്രപതിയും നമ്മുടെ സംസ്ഥാനത്തിലേത് ഗവർണറുമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിലെ വരുമ്പം നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. കേന്ദ്രത്തിൽ ആരായിരുന്നു? കേന്ദ്രത്തിലെ രാഷ്ട്രപതിയാണെങ്കിൽ സംസ്ഥാനത്തിലെ നിയമിക്കുന്നത് ഗവർണറാണ് കേട്ടോ. കണക്ട് ചെയ്ത് പഠിച്ചോണേ. അതോടൊപ്പം തന്നെ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കാൻ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? നമ്മുടെ സംസ്ഥാനത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയാണ്. അധ്യക്ഷനായിട്ട് വരുന്നത് മുഖ്യമന്ത്രിയും പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അവരെ നിയമിക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ നമ്മൾ പഠിച്ചാണ്. പ്രധാനമന്ത്രിയാണ് അധ്യക്ഷനായിട്ട് വരുന്നത്, പിന്നെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ്, പിന്നെ കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു ക്യാബിനറ്റ് മന്ത്രി. അതേപോലെ തന്നെയാണ് ഇവിടെയും. എന്താണ്?
സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്ന ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അധ്യക്ഷൻ നമ്മുടെ മുഖ്യമന്ത്രിയും പിന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, പിന്നെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുമാണ്. ക്ലിയർ ആണ്? ഇനി അടുത്ത നോക്കാം. കേരളത്തിലെ പ്രഥമ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ് കേട്ടോ. പഠിച്ചു ഒഴിക്കണേ. കേരളത്തിലെ ആദ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. കേരളത്തിലെ നിലവിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, വി ഹരി നായർ ആണ്. അപ്പൊ കേരളത്തിലെ നിലവിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ ആണ് കേട്ടോ. ഇത് നമ്മൾ പഠിക്കാനുള്ളൊരു കോഡാണ്. എന്താണ് നമുക്കറിയാം, എന്താണ് നമ്മൾ മലയാളികൾ പൊതുവെ എന്താണ് പറയുന്നത്, എന്താണ് ഒരു വിവരങ്ങളൊക്കെ സത്യസന്ധമായിട്ട് നൽകുന്ന ഒരാളെ പറയുന്ന പേരെന്താണ്? ഹരിചന്ദ്രന്മാരെന്നല്ലേ പറയുന്നത്? സത്യസന്ധതയുള്ളവരെ എന്താണ് പറയുന്നത്? ഹരിചന്ദ്രന്മാരെന്നല്ലേ പറയുന്നത്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോണം. കേരളത്തിലെ നിലവിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ കേട്ടോ. വി ഹരി നായർ കേട്ടോ. അടുത്തത്, കേരള വിവരാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സുതാര്യം വിശ്വസ്തം എന്നാണ് കേട്ടോ. അപ്പൊ കേരള വിവരാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സുതാര്യവും വിശ്വസ്തതയും എന്നാണ് ഉള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥകളും ഉൾപ്പെടുന്നത് സെക്ഷൻ 16 കേട്ടോ. അപ്പോൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധിയും സേവന വ്യവസ്ഥയും ഉൾപ്പെടുന്ന വകുപ്പ് 16. അതുപോലെ തന്നെ 2019 വിവരാവകാശ നിയമ ഭേദഗതി നിയമപ്രകാരം കേന്ദ്ര സർക്കാരാണ് കാലാവധി തീരുമാനിക്കുന്നത് കേട്ടോ. അപ്പൊ 2019 വിവരാവകാശ നിയമ ഭേദഗതി നിയമപ്രകാരം നിലവിൽ കേന്ദ്ര സർക്കാരാണ് ഇവരുടെ കാലാവധി, സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി തീരുമാനിക്കുന്നത്. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർ 65 വയസ്സിൽ തികഞ്ഞതിന് ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല എന്നതുകൂടെ കേന്ദ്രം പറയുന്നുണ്ട്. അടുത്ത പോയിന്റ്, സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആരുടെ മുമ്പിലാണ്? സംസ്ഥാനത്തിലെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമിക്കുന്നതും ഗവർണറാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ആരുടെ മുമ്പാകെയാണ്? ഗവർണറുടെ മുൻപാകെയാണ്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഇൻഫർമേഷൻ കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആരെയാണ്? ഗവർണർക്ക് മുമ്പിലാണ് കേട്ടോ. ഗവർണർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും നീക്കം ചെയ്യലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 17 കേട്ടോ. സെക്ഷൻ 17 കേട്ടോ. അപ്പൊ സംസ്ഥാനത്തിലെ ഇവരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 17. ഇനി നമ്മുടെ ഈ ഒരു വിവരാവകാശ നിയമത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പീൽ എന്ന് പറയുന്നത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പോയിന്റുമാണ് അപ്പീൽ. അതായത് അപ്പീൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ള സമയത്ത് ഒരു തീരുമാനം ലഭിക്കാത്ത വ്യക്തിയോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ പരാതിയോ ഉള്ള വ്യക്തികളോ 30 ദിവസത്തിനുള്ളിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറേക്കാൾ ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥന്റെ അടുത്ത് അപ്പീൽ സമർപ്പിക്കേണ്ടതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 19(1) എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമുക്കൊരു വിവരം ലഭിച്ചു, പക്ഷെ ആ വിവരത്തിന്മേൽ നമുക്ക് എന്താണ് വിശ്വാസം നമുക്ക് തോന്നുന്നില്ല. ആ വിവരത്തിന്മേൽ വിശ്വാസം തോന്നില്ല, അല്ലെങ്കിൽ വിവരത്തിൽ നമുക്കൊരു ഓക്കെ തോന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, 30 ദിവസത്തിനുള്ളിൽ, ആ വിവരം ലഭിച്ചതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ നമുക്ക് എന്താണ്, ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറേക്കാൾ ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥന് അപ്പീൽ സമർപ്പിക്കാവുന്നതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 19(1) എന്ന് പറയുന്നത്. അതായത് അപ്പീൽ സ്വീകരിച്ച് 30 ദിവസത്തിനകം അപ്പീൽ അധികാരി അത് തീർപ്പാക്കിയിരിക്കണം എന്നാണ് വ്യവസ്ഥ കേട്ടോ. അപ്പൊ നമുക്ക് വിവരം ലഭിക്കാൻ എത്രയാണ്? 30 ദിവസം വേണമല്ലോ സാധാരണ ഒരു വിവരം. സാധാരണ കണക്കാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മൾ സാധാരണ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഞാൻ വിവരം കൊടുത്തു, 30 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എനിക്ക് വിവരം തന്നു. പക്ഷെ ആ വിവരത്തിന്മേൽ എനിക്കൊരു വിശ്വാസം തോന്നുന്നില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പീൽ അതേ ഉദ്യോഗസ്ഥനാണോ ഞാൻ അപ്പീൽ കൊടുക്കേണ്ടത്? ഒരിക്കലും ആയിരിക്കത്തില്ല. എനിക്ക് ആ ഉദ്യോഗസ്ഥൻ തന്ന ആ ഒരു വിവരത്തിൽ എനിക്ക് വിശ്വാസം തോന്നില്ല. അപ്പോൾ എന്താണ്, അദ്ദേഹത്തെക്കാൾ ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥന്റെ അടുത്താണ് ഞാൻ അപ്പീൽ സമർപ്പിക്കേണ്ടത്. ആ അപ്പീൽ ഈ വിവരം ലഭിച്ചതിന് ശേഷം 30 ദിവസത്തിനുള്ളിലാണ് ഞാൻ അപ്പീൽ സമർപ്പിക്കേണ്ടത് കേട്ടോ. ഞാൻ ആ അപ്പീൽ സമർപ്പിച്ച് അദ്ദേഹം, അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറേക്കാൾ ഉയർന്ന റാങ്കുള്ള ഉദ്യോഗസ്ഥൻ ആ അപ്പീൽ സ്വീകരിച്ച് 30 ദിവസത്തിനകം അപ്പീൽ അധികാരി അത് തീർപ്പാക്കിയിരിക്കണം എന്നാണ് ഈ നിയമപ്രകാരം വ്യവസ്ഥ പറയുന്നത് കേട്ടോ. അങ്ങനെ തീർപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നത് കമ്മീഷന്റെ മുമ്പേയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ തീർപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്താണ്, രണ്ടാമത്തെ അപ്പീൽ സമർപ്പിക്കാം. ആദ്യ അപ്പീൽ ഉയർന്ന ഉദ്യോഗസ്ഥന്, ഇൻഫർമേഷൻ ഓഫീസറെക്കാട്ടിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്. രണ്ടാമത്തെ അപ്പീൽ ഞാൻ സംസ്ഥാന
ഇൻഫർമേഷൻ കമ്മീഷന് മുമ്പാകെ അഥവാ കേന്ദ്ര വിവരാവകാശ കമ്മീഷന് മുമ്പാകെയാണ് ഞാൻ രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത്. അത് തീരുമാനം ലഭിച്ച ശേഷം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷനെയോ സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷനെയോ 90 ദിവസത്തിനകം രണ്ടാം അപ്പീൽ നൽകേണ്ടതാണ് കേട്ടോ. അപ്പൊ ആദ്യ അപ്പീൽ നൽകേണ്ടത് 30 ദിവസത്തിനകമാണ്. വിവരം ലഭിച്ച 30 ദിവസത്തിനകമാണ്. ആ വിവരം ലഭിച്ച് 30 ദിവസത്തിനകം അപ്പീൽ ലഭിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഒന്നാം അപ്പീലിലെ വിവരങ്ങൾ എനിക്ക് വിശ്വാസമില്ലാതെയോ അല്ലെങ്കിൽ ആ ഒന്നാം അപ്പീൽ തീർപ്പാക്കിയില്ലായോ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാം അപ്പീൽ ഞാൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷനോ അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനോ 90 ദിവസത്തിനകം രണ്ടാം അപ്പീൽ നൽകേണ്ടതാണ് എന്നാണ് ഈ ഒരു അപ്പീൽ വ്യവസ്ഥയിൽ ഈ നിയമത്തിൽ പറയുന്നത്. ക്ലിയർ ആണ്? ഇനി അടുത്ത് നോക്കാം. കമ്മീഷൻ പരാതി നേരിട്ട് സ്വീകരിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതൊക്കെയാണ്? അപേക്ഷ സ്വീകരിക്കാതിരിക്കുമ്പോൾ, അതായത് ഞാൻ ഒന്നാം അപ്പീൽ കൊടുക്കുമ്പോൾ ആ അപേക്ഷ സ്വീകരിക്കാതിരിക്കുമ്പോൾ എനിക്ക് എന്താണ് കമ്മീഷന് നേരിട്ട് പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷ തീർപ്പാക്കാതിരിക്കുമ്പോൾ, ഒന്നാം അപ്പീലിൽ ഞാൻ കൊടുത്തു, ആ ഒന്നാം അപ്പീൽ പ്രകാരം 30 ദിവസത്തിനുള്ള തീർപ്പാക്കി തരണമെന്നല്ലേ, ആ തീർപ്പാക്കാനുള്ള സമയത്തിനുള്ളിൽ അദ്ദേഹം തീർപ്പാക്കി തന്നില്ല, ആ ഉദ്യോഗസ്ഥൻ തീർപ്പാക്കി തന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് കമ്മീഷന് നേരിട്ട് പരാതി നൽകാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിയമാനുസൃതമായ രീതിയിൽ ഫീസ് ആവശ്യപ്പെടുമ്പോൾ കേട്ടോ. അപ്പൊ എന്താണ് നമ്മളോടിപ്പം എന്താണ് അനധികൃതമായിട്ട് ഫീസൊക്കെ ആവശ്യപ്പെടുമ്പോൾ എന്താണ് നമുക്ക് കമ്മീഷന് നേരിട്ട് പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വിവരം നൽകുന്നതിന്റെ ഫീസ് കണക്കാക്കിയതിന്റെ വിശദാംശങ്ങൾ അപേക്ഷകനെ അറിയിച്ചിരിക്കണം. അറിയിക്കാത്ത പക്ഷം നമുക്ക് കമ്മീഷന് പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അപ്പോൾ എന്താണ് വിവരാവകാശ കമ്മീഷനിൽ പരാതി നേരിട്ട് സ്വീകരിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അപേക്ഷ സ്വീകരിക്കാതിരിക്കുമ്പോൾ, നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപേക്ഷ തീർപ്പാക്കാതിരിക്കുമ്പോൾ, നിയമാനുസൃതമല്ലാത്ത രീതിയിൽ ഫീസ് ആവശ്യപ്പെടുമ്പോൾ, വിവരം നൽകുന്നതിന്റെ ഫീസ് കണക്കാക്കിയതിന്റെ വിശദാംശങ്ങൾ അപേക്ഷകനെ അറിയിച്ചിരിക്കണം എന്നിവയൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇനി നമ്മൾ വിവരാവകാശ നിയമത്തിന്റെ പിഴയാണ് ചോദിക്കുന്നത്. അതായത് അപേക്ഷ സ്വീകരിച്ച് 30 ദിവസത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ബോധപൂർവം വൈകിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ ഓരോ ദിവസവും 250 രൂപ നിരക്കിലാണ് പിഴ ചുമത്തുന്നത്. ഇത് പരമാവധി 25,000 രൂപ വരെ പിഴ ഈടാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ് ഈ ഒരു പിഴ ചുമത്താനുള്ള അധികാരം വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഞാനിപ്പോ ഒരു വിവരം കൊടുത്തു, എനിക്കറിയാൻ ഒരു ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒരു വിവരം കൊടുത്തു, അത് 30 ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം വിവരം എനിക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് വിവരാവകാശ കമ്മീഷന് അദ്ദേഹത്തിന്റെ മേലെ ഓരോ ദിവസത്തിനും 250 രൂപ വെച്ച് എന്താണ് പിഴ ചുമത്താവുന്നതാണ്. ആ ഉദ്യോഗസ്ഥന് മേലെ 250 രൂപ വെച്ച് പിഴ ചുമത്താവുന്നതാണ്. അത് ആ 250 രൂപ വെച്ച് പിഴ ചുമത്തി എന്താണ് പരമാവധി 25,000 രൂപ വരെ പിഴ ഈടാക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് കേട്ടോ. നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഈ പിഴ ചുമത്തുന്നത് സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷനുകൾക്കാണ് ഈ ഒരു പിഴ ചുമത്താനുള്ള അധികാരം ഉള്ളത്. ക്ലിയർ ആണ്? ഇനി അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ഇന്റലിജൻസ് ബ്യൂറോ. ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ ഇന്റലിജൻസ് ബ്യൂറോ അല്ലേ, ആ വിവരങ്ങളൊക്കെ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷപ്പെടാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് അഥവാ ED കേട്ടോ, പിന്നെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB, പിന്നെ DRDO ഡിഫൻസ് റിസർച്ച് ഡയറക്ടറേറ്റ് ഓർഗനൈസേഷൻ അല്ല DRDO, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, പിന്നെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO, പിന്നെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം CERT ഇന്നുമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഒന്നുകൂടെ പറയാം. വിവരാവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇന്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് അഥവാ റോ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI, ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB, DRDO, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO, പിന്നെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം CERT ഇന്നുമാണ്. ഇനി വിവരാവകാശ ഭേദഗതി നിയമം 2019 പാസ്സായത് എന്നാണ്. 2019 ജൂലൈ 22 കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണേ. വിവരാവകാശ ഭേദഗതി നിയമം 2019 ലോകസഭയിൽ പാസ്സായത് 2019 ജൂലൈ 22
വിവരാവകാശ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസ്സായത് 2019 ജൂലൈ 25-നാണ് കേട്ടോ. ജൂലൈ 25-നാണ്. ഇനി ഈ ഒരു രാഷ്ട്രപതി ഒപ്പുവെച്ചത്, ഈ ഒരു ഭേദഗതി നിയമം രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 1-നാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. അതോടൊപ്പം തന്നെ വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 13, 16, 27 ഒക്കെയാണ് കേട്ടോ. അപ്പോൾ വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ്? വകുപ്പുകൾ 13, 16, 27 എന്നിവയാണ്. ഇനി നമ്മുടെ ഈ ഒരു ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്ന ഇതാണ്, നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ കാലാവധികളും അതുപോലെ തന്നെ അവരുടെ യോഗ്യതകളും ഒക്കെയാണ് വരുന്നത് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലല്ലേ, അതൊക്കെയാണ് ഭേദഗതി ചെയ്യപ്പെട്ടതെന്നുള്ളത് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, മുഖ്യ വിവരാവകാശ കമ്മീഷനായിട്ടൊക്കെ നിയമിക്കാനുള്ള യോഗ്യതകൾ എന്താണ്? സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം എന്നിവയൊക്കെയുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ അദ്ദേഹം എന്താണ്, ഈ ഒരു വിവരാവകാശ കമ്മീഷൻ അംഗമാവുന്ന ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലും ഉള്ള ആളായിരിക്കരുത്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇതിനു മുമ്പേ പ്രവർത്തിക്കാത്ത ഒരാളായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ജനപ്രതിനിധിയാവാത്ത ഒരാളായിരിക്കണം എന്നുള്ളവയൊക്കെയാണ് അതിൻ്റെ യോഗ്യതകളായിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് ഈ ഒരു വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട സുപ്രധാന സുപ്രീം കോടതിയുടെ വിധികളൊന്ന് പഠിച്ചു വെക്കണേ. ഈ അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുള്ള സുപ്രധാന സുപ്രീം കോടതിയുടെ വിധികളാണ്. ആദ്യത്തേത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ എന്നത് 2019 നവംബർ 13 സുപ്രീം കോടതി വിധിച്ചൊരു വിധിയാണ് കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിലാണെന്ന് 2019 നവംബർ 13 സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, സർവകലാശാലയിൽ നിന്ന് മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസിന് വിദ്യാർത്ഥികൾക്ക് അവകാശമുണ്ടെന്ന് 2019 ഒക്ടോബർ 14 സുപ്രീം കോടതി വിധിച്ചു. ഇനി അടുത്തത്, രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് 2020 ജനുവരി 9 സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയായിട്ട് വിധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്നവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് സുപ്രീം കോടതി 2020 ജനുവരി 9 വിധിച്ചിട്ടുണ്ട്. ക്ലിയർ ആണേ? നമുക്കിനി ഇത്രയും പോയിന്റുകളാണ് നമ്മൾ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പോയിന്റുകളായിട്ട് വരുന്നത്. ഇനി നമുക്ക് മനുഷ്യാവകാശ സംരക്ഷണ നിയമം നോക്കാം. മനുഷ്യാവകാശം, അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മുടെ പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മനുഷ്യാവകാശം. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും മനുഷ്യാവകാശം ഉണ്ടല്ലേ. അപ്പൊ എന്താണ് മനുഷ്യാവകാശം എന്ന്, അതിന്റെ ഡെഫിനിഷൻ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പഠിച്ചു നോക്കണം. എന്താണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകരമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്ന വ്യവസ്ഥകളാണ് അവകാശങ്ങൾ അഥവാ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ നിർവചനം എന്താണ്? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തന്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിനും സഹായകരമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പു നൽകുന്ന വ്യവസ്ഥകളെയാണ് അവകാശങ്ങൾ അഥവാ മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന എന്താണ്? മാഗ്ന കാർട്ടയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ് ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത്? എന്താണ്? മാഗ്ന കാർട്ടയാണ് കേട്ടോ. മാഗ്ന കാർട്ട, ഈ മാഗ്ന കാർട്ട പുറപ്പെടുവിച്ചത് 1215 കേട്ടോ. അപ്പൊ ആധുനിക മനുഷ്യാവകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന എന്താണ്? മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട എന്നാണ് നിലവിൽ വന്നത്, അല്ല എന്നാണ് പ്രഖ്യാപിച്ചത്? 1215 കേട്ടോ. 1215. ഇനി നമ്മുടെ ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളെയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ, നമ്മുടെ ഇന്ത്യയുടെ അവകാശ പത്രിക എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങളെയാണ്. അവകാശങ്ങളെയാണ്. ഇനി നമുക്ക് നോക്കാം, സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു, അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പരം സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇത് ഏതിലെ വരികളാണ്? സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വരികളാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷകളിൽ ചോദിക്കുവേ. അപ്പൊ സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വരികൾ ഏതൊക്കെയാണ്? എന്താണ്? എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു, അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പരം സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ് എന്ന് പറയുന്നതാണ് സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ വരികളായിട്ട് വരുന്നത്.
ഇനി എന്താണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച മനുഷ്യാവകാശ രേഖയാണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ പഠിച്ചു നോക്കണം, UN ചാർട്ടറിനെ അടിസ്ഥാനമാക്കി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ച് മനുഷ്യാവകാശ രേഖയാണ് സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ഒരു സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം ഏതാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. 1948 ഡിസംബർ 10 കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണം. സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്ന വർഷം എന്നാണ്? 1948 ഡിസംബർ 10 കേട്ടോ. ഈ ഡിസംബർ 10 ആയതുകൊണ്ട് തന്നെയാണ് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. എന്നാണ്? ഡിസംബർ 10 കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ലോകത്തിലെ ആഗോള മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 10 കേട്ടോ. മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10. ഈ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 1950 മുതലാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? 1950 മുതലാണ്. ഇനി നമുക്ക് നോക്കാം, സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിൽ അവകാശം, സംസ്കാരം, ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം. അപ്പൊ പഠിച്ചു വെക്കണം, സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിൽ അവകാശം, സംസ്കാരം, ഭാഷ, ലിപി എന്നിവ സംരക്ഷിക്കാനുള്ള അവകാശം. ക്ലിയർ ആണേടെ? ക്ലിയർ ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത പോയിന്റ്. അടുത്ത നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ അഥവാ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം, ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12 കേട്ടോ. പഠിച്ചു വെക്കണം, 1993 സെപ്റ്റംബർ 28 നിലവിൽ വന്ന നമ്മുടെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്, അതായത് നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ക്ലിയർ ആണ്? ഇനി നമ്മുടെ ഈ ഒരു മനുഷ്യാവകാശ കമ്മീഷന്റെ ഒരു അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യാവകാശ സംരക്ഷണ നിയമപ്രകാരം മനുഷ്യാവകാശം എന്നാൽ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടന വാഗ്ദാനം നൽകുന്നതും മറ്റ് അന്താരാഷ്ട്ര ഉടമ്പടികൾ പ്രകാരം ലഭിക്കുന്നതും ഇന്ത്യയിലെ കോടതികൾക്ക് നടപ്പാക്കാൻ കഴിയുന്നതുമായ വ്യക്തികളുടെ അവകാശങ്ങൾ എന്നാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ നിയമം കൊണ്ട് അർത്ഥം ആക്കുന്നത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. സർവേ ഭവന്തു സുഖിനാം കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം? എന്താണ്? സർവേ ഭവന്തു സുഖിനാം. സർവേ ഭവന്തു സുഖിനാം. അടുത്ത നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 5 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ് 5 വിഭാഗങ്ങൾ എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ലോ ഡിവിഷൻ ആണ്. രണ്ടാമത്തേത് ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ. മൂന്നാമത്തേത് പോളിസി റിസർച്ച് പ്രോജക്ട് ആൻഡ് പ്രോഗ്രാംസ് ഡിവിഷൻ. നാലാമത്തേത് ട്രെയിനിങ് ഡിവിഷനാണ്. ഒരു മിനിറ്റ്. നാലാമത്തേത് ട്രെയിനിങ് ഡിവിഷൻ. അഞ്ചാമത്തേത് അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞത്? നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ 5 വിഭാഗങ്ങളുണ്ട്, അതായത് 5 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ലോ ഡിവിഷൻ, രണ്ടാമത്തേത് ഇൻവെസ്റ്റിഗേഷൻ ഡിവിഷൻ, മൂന്നാമത്തെ പോളിസി റിസർച്ച് പ്രൊജക്ട് ആൻഡ് പ്രോഗ്രാംസ് ഡിവിഷൻ, നാലാമത്തേത് ട്രെയിനിങ് ഡിവിഷൻ, അഞ്ചാമത്തേത് അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഡിവിഷൻ എന്നീ 5 ഡിവിഷനുകളാണ് നമ്മുടെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്.
ഇനി നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ സർദാർ പട്ടേൽ ഭവനാണ്, ന്യൂഡൽഹിയിലാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ്? മാനവ് അധികാർ ഭവൻ അല്ലെങ്കിൽ അഥവാ മാനവ് അധികാർ ഭവൻ എന്നും പറയും, അതോടൊപ്പം തന്നെ സർദാർ പട്ടേൽ ഭവൻ എന്നും പറയും. ഇത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും നമ്മുടെ രാഷ്ട്രപതിയാണ് കേട്ടോ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. അതോടൊപ്പം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് നമ്മുടെ രാഷ്ട്രപതിക്കാണ്. അപ്പൊ ഈ രാഷ്ട്രപതിയാണ് ഈ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. എന്നാൽ ഈ കമ്മീഷന് ആരെങ്കിലും രാജിക്കത്ത് നൽകുന്നതും നമ്മുടെ രാഷ്ട്രപതിക്കാണ്. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ അതാത് സംസ്ഥാന സർക്കാരിനുമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു കമ്മീഷന് എല്ലാ വർഷവും വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കും. ആ വാർഷിക റിപ്പോർട്ടുകൾ ആർക്കാണ്? ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സർക്കാരിനും പിന്നെ അതാത് സംസ്ഥാന സർക്കാരിനുമാണ് വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ഇനി നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലുള്ള അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെയാണ്? ഒന്നാമത്തെ ആള് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയാണ് ഈ ഒരു കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ. രണ്ടാമത്തെ ആള് ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇപ്പോഴേ പഠിച്ചു വെച്ചോണേ. അപ്പൊ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നതിനായുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഒന്നാമത്തെ ആള് പ്രധാനമന്ത്രിയാണ് ഈ ഒരു കമ്മിറ്റിയിലെ ചെയർപേഴ്സൺ. പ്രധാനമന്ത്രിയെ കൂടാതെ ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ആറാമത്തെ ആളാരാണ്? രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. അടുത്ത പോയിന്റ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ആക്ടിംഗ് ചെയർമാൻ ശിവരാജ് പട്ടീലാണ് കേട്ടോ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയും, എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ആക്ടിംഗ് ചെയർമാൻ ശിവരാജ് പട്ടീലാണ് കേട്ടോ. അതുപോലെ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി ആരാണ്? വനിത കൂടിയായിട്ടുള്ള ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. അപ്പൊ എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് കേട്ടോ. ഇത് അംഗമായ ആദ്യ മലയാളിയാണ് കേട്ടോ. ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അംഗമായ ആദ്യ മലയാളി, അതോടൊപ്പം തന്നെ ആദ്യ മലയാളി വനിത കൂടിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഇത് അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായ അഥവാ ചെയർമാനായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2019 ഭേദഗതി നിയമപ്രകാരം ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് കേട്ടോ. പഠിച്ചു നോക്കണേ. 2019 ഭേദഗതി നിയമപ്രകാരം ചെയർമാനെ കൂടാതെ 5 സ്ഥിരാംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ചെയർമാൻ ഉൾപ്പെടെ ആകെ അംഗസംഖ്യ 6 കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അഥവാ NHRCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? സുപ്രീം കോടതി മുൻ ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. നമ്മുടെ ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആവാനുള്ള യോഗ്യത എന്താണ്? ഒന്നുകിൽ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി ആയിരിക്കണം കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണേ. അപ്പൊ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? സുപ്രീം കോടതി മുൻ ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. അപ്പൊ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. അതുപോലെ തന്നെ അടുത്ത പോയിന്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. അറിഞ്ഞിരിക്കണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് സംസ്ഥാന മനുഷ്യാവകാശനെ കുറിച്ചാണ് കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നോക്കാം.
കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 ആസ്ഥാനം തിരുവനന്തപുരമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അടുത്ത പോയിന്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി ആയിരിക്കും ചെയർമാൻ, നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്. ഒന്നുകൂടെ പറയാം, ഒരു മാർക്ക് ഉറപ്പിക്കാൻ കേട്ടോ. അപ്പൊ എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ചെയർമാൻ. ആ കമ്മിറ്റിയിലെ ചെയർമാൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ നിയമസഭാ സ്പീക്കർ, സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണേ. നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിൽ ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതിക്കാണ് ഇവരെ നീക്കം ചെയ്യാനുള്ള അധികാരം ഉള്ളത്. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളും രാജിക്കത്ത് നൽകുന്നത് ഗവർണറാണ്. അപ്പൊ കണക്ട് ചെയ്തോണേ. നിയമിക്കുന്നതും ഇവര് രാജിക്കത്ത് നൽകുന്നതും ഗവർണറാണെങ്കിൽ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കായിരിക്കും. അടുത്ത പോയിന്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ സെക്രട്ടറി ആയിരിക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ് കേട്ടോ. അത് നമുക്കറിയാലോ. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കൊക്കെയാണ്? കേന്ദ്ര സർക്കാരിനും. പിന്നെ എന്തെങ്കിലും കേസ് നടന്നിട്ടുണ്ടെങ്കിൽ അതാത് സംസ്ഥാന സർക്കാരിനുമാണ് നൽകുന്നത്. എങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. അടുത്ത പോയിന്റ്, കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം പരീത് പിള്ളയാണ് കേട്ടോ. കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് എം പരീത് പിള്ളയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ കേരള ഹൈക്കോടതി മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് കൂടി ആയിട്ടുള്ള ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. അപ്പൊ പഠിച്ചു വെക്കണേ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഇനി നമുക്ക് നോക്കാം മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി നിയമം 2019 കേട്ടോ. മനുഷ്യാവകാശ നിയമ ഭേദഗതി നിയമം 2019 നോക്കാം. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ 2006 2019 പരീക്ഷയ്ക്ക് ചോദിക്കാം. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 ഭേദഗതി ചെയ്ത വർഷങ്ങൾ ഏതൊക്കെയാണ്? 2006 2019 ഇനി നമ്മുടെ 2019 ഈ ഭേദഗതി നിയമം ലോകസഭ പാസാക്കിയത് 2019 ജൂലൈ 19 രാജ്യസഭ പാസാക്കിയത് 2019 ജൂലൈ 12 ബില്ല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ജൂലൈ 27 അപ്പൊ നമുക്ക് ഈ ഒരു ഭേദഗതി നിയമം നിലവിൽ വന്നതെന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കണം. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പൊ എന്താണ് നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 12 അപ്പൊ നമ്മുടെ 2019 മനുഷ്യാവകാശ ഭേദഗതി നിയമം നിലവിൽ വന്നത് 2019 ഓഗസ്റ്റ് 2 ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് നമ്മുടെ അമിത്ഷായാണ് കേട്ടോ. 2019 ജൂലൈ 8 പരീക്ഷയ്ക്ക് ചോദിക്കുക. മനുഷ്യാവകാശ സംരക്ഷണ നിയമ ഭേദഗതി ബില്ല് 2019 ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? അമിത്ഷായാണ് കേട്ടോ. അമിത്ഷാ. ഈ 2019 ഈ ഭേദഗതി നിയമപ്രകാരം സെക്ഷൻ 2, 3, 6, 21, 24 എന്നിവയിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. അതോടെ തന്നെ ഈ മാറ്റം വരുത്തിയതിനു ശേഷം 8 അധ്യായങ്ങളും നിലവിൽ 45 സെക്ഷനുകളുമാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ ഉള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഈ ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. ഇത് മുൻപ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു 2019 ഭേദഗതി നിയമപ്രകാരം എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ എന്താണ്? ജഡ്ജി കേട്ടോ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച വ്യക്തി ആയിരിക്കണം. ക്ലിയർ ആണ്?
അടുത്തത്, ഈ ഒരു ഭേദഗതി നിയമപ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം. ഇതിനു മുമ്പ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആളായിരിക്കണം എന്നായിരുന്നു മുൻപ്. ഈ ഭേദഗതി നിയമപ്രകാരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാക്കിയിട്ടുണ്ട്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. മുൻപെന്ന് പറഞ്ഞാൽ 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. ഇപ്പോൾ ഈ ഒരു 2019 ഭേദഗതി പ്രകാരം ഇവരുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ 3 പേരാണ്. 3 പേർ മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗികമായി അറിവുള്ളവരായിരിക്കണം. ഇതിൽ ഒരു വനിതയെങ്കിലും നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നാണ് ഭേദഗതി നിയമപ്രകാരം പറയുന്നത് കേട്ടോ. ഈ ഭേദഗതിക്ക് മുൻപ് 2019 ഭേദഗതി നിയമത്തിന് മുൻപ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളിൽ മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ള 2 പേർ ഉണ്ടായിരിക്കണം എന്നായിരുന്നു മുൻപ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ഭേദഗതി നിയമം വന്നതിന് ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ 3 പേർ മനുഷ്യാവകാശങ്ങളെ പറ്റി പ്രായോഗിക അറിവുള്ളവരായിരിക്കണം. ഇതിൽ ഒരു വനിതയെങ്കിലും നിർബന്ധമായി ഉണ്ടായിരിക്കണമെന്നാണ് ഭേദഗതി നിയമപ്രകാരം പറയുന്നത്. അപ്പോൾ പുതിയ ഭേദഗതി നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, അതോടൊപ്പം തന്നെ NPCR നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന്റെ ചെയർപേഴ്സൺ അഥവാ കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സണൽ വിത്ത് ഡിസേബിലിറ്റീസ് അതാ ഡിസേബിൾഡ് കമ്മീഷന്റെ ചെയർപേഴ്സണും ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ പഠിച്ചു വെക്കണം. പുതിയ ഭേദഗതി നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ, അതുപോലെ തന്നെ ഡിസേബിൾഡ് കമ്മീഷന്റെ ചെയർപേഴ്സൺമാർക്ക്. ഇത്രയും പേരായിരിക്കും എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി നമുക്ക് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആക്ട് 1993 പ്രധാന സെക്ഷൻസും കാര്യങ്ങളും ഒന്ന് നോക്കി പോകാം കേട്ടോ. അപ്പൊ ആ ഒരു ആക്ടിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്താണെന്ന് നോക്കാം. മെച്ചപ്പെട്ട മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാനങ്ങളിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളും മനുഷ്യാവകാശ കോടതികളും രൂപീകരിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥ ചെയ്തിട്ടുള്ള ആക്ട് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 എന്തിനു വേണ്ടിയാണ് രൂപപ്പെടുത്തിയത്? മെച്ചപ്പെട്ട മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും സംസ്ഥാനങ്ങളിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളും മനുഷ്യാവകാശ കോടതികളും രൂപീകരിക്കുന്നതിന് വേണ്ടി വ്യവസ്ഥ ചെയ്യുന്നതിനുള്ള നിയമമാണ് 93 നിയമം. മനുഷ്യാവകാശ സംരക്ഷണ ഓർഡിനൻസ് നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ്. അതായത് 1993 മനുഷ്യാവകാശ നിയമപ്രകാരം ഈ ദിവസം മുതലാണ് നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ഒരു മിനിറ്റ്. അടുത്തത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ലോകസഭയിൽ പാസാക്കിയത് 1993 ഡിസംബർ 18-നാണ് ലോകസഭയിൽ പാസാക്കിയത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം രാജ്യസഭ പാസാക്കിയത് 1993 ഡിസംബർ 22-നാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രസിഡന്റ് ഒപ്പുവെച്ചത് 1994 ജനുവരി 8-നാണ്. ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 1994 ജനുവരി 10-നാണ്. ഈ നിയമം നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28-നാണ് കേട്ടോ. സെപ്റ്റംബർ 28-നാണ് സെപ്റ്റംബർ 28-നാണ് ഈ നിയമത്തിന് ഓർഡിനൻസ് ഇറക്കിയത്. പക്ഷെ നമ്മുടെ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 1994 ജനുവരി 10-നാണ്. അറിഞ്ഞിരിക്കണം. ഇനി ഈ ഒരു നിയമത്തിലെ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ പ്രധാന സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പഠിച്ചിരിക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പാണ്
എന്താണ് സെക്ഷൻ 3(2) കേട്ടോ. സെക്ഷൻ 3(2) ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും ആയിരിക്കണം. ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളും ആയിരിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവി സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം കമ്മീഷന്റെ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജി അഥവാ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരു അംഗം ഉണ്ടായിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ എന്താണ് ഈ ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ് സെക്ഷൻ 3(2) പ്രകാരം എന്താണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കേണ്ടത്. അതിൽ തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ അധ്യക്ഷന്റെ യോഗ്യത എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം കമ്മീഷന്റെ ചെയർമാൻ. അതോടൊപ്പം തന്നെ അടുത്ത അംഗങ്ങളുടെ യോഗ്യതകൾ നമുക്ക് നോക്കാം. സുപ്രീം കോടതി ജഡ്ജിയായോ അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരു വ്യക്തി ഒരു അംഗം ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഒരു അംഗം ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമുള്ളതോ ആയ വ്യക്തികളിൽ 3 അംഗങ്ങൾ, ഇതിൽ ഒരാൾ വനിതയായിരിക്കണം കേട്ടോ. അപ്പൊ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 പേര് കേട്ടോ, 3 പേര്. ആ 3 പേരിൽ ആരൊക്കെയാണ്? അതിൽ ഒരാൾ വനിതയായിരിക്കണം. അങ്ങനെ ടോട്ടൽ ഒരു ചെയർമാൻ അടക്കം 5 അംഗങ്ങളായിരിക്കും നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇനി അടുത്തത് എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ. നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞാണ് എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? ദേശീയ പട്ടിക ജാതി കമ്മീഷൻ ചെയർപേഴ്സണ്, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ കേട്ടോ. അതുപോലെ തന്നെ എന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർപേഴ്സൺ, ദേശീയ പിന്നാക്ക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ, NPCR കേട്ടോ. NPCR എന്ന് പറഞ്ഞാൽ ബാലാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ, പിന്നെ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആണ്. ഇനി അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 3(4) പ്രകാരം കമ്മീഷൻ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ പഠിച്ചു നോക്കണം. സെക്ഷൻ 3(4) പ്രകാരം നമ്മുടെ ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം കമ്മീഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ചെയർപേഴ്സന്റെയും മറ്റു അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് 4 കേട്ടോ. പഠിച്ചു വെക്കണം. നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും മറ്റു അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? വകുപ്പ് 4 ആണ്. ചെയർപേഴ്സണെയും അംഗങ്ങളെയും രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ കയ്യൊപ്പും മുദ്രയും വെച്ച അധികാരപത്രം വഴിയാണ് നിയമിക്കേണ്ടത്. ഇനി മനുഷ്യാവകാശ കമ്മീഷനിലെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ നമ്മൾ പഠിച്ചാണ്. പ്രധാനമന്ത്രി അധ്യക്ഷൻ, ലോകസഭാ സ്പീക്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ എന്നിവരാണ് ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ട് വരുന്നത്. അതിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരിക്കും. ചെയർപേഴ്സന്റെയും മറ്റു അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലും ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 5 ആണ് കേട്ടോ. വകുപ്പ് 5 ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 93 ചെയർപേഴ്സന്റെയും മറ്റു അംഗങ്ങളുടെയും രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട വകുപ്പ് ഏതാണ്? വകുപ്പ് 5 ആണ്. സെക്ഷൻ 5 ആണ്. ഇനി നമുക്ക് നോക്കാം. സെക്ഷൻ 5(3) പ്രകാരം ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. നിർധനനെന്ന് വിധിക്കപ്പെടുക, അതുപോലെ തന്നെ തന്റെ ഉദ്യോഗ കാലാവധിക്കുള്ളിൽ തന്റെ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾക്ക് പുറമെ വേതനം ലഭിക്കുന്ന തൊഴിൽ ഏർപ്പെടുക എന്നൊക്കെയാണ് കേട്ടോ. അപ്പൊ എന്താണ്? തന്റെ ഉദ്യോഗ കാലാവധിക്കുള്ളിൽ തന്റെ ഉദ്യോഗത്തിന്റെ കർത്തവ്യങ്ങൾക്ക് പുറമെ വേതനം ലഭിക്കുന്ന തൊഴിൽ ഏർപ്പെടുക. അതായത് ഈ കമ്മീഷനിലെ ചെയർമാനോ അംഗങ്ങളോ എന്താണ് മറ്റു പല ജോലികളും പാർട്ട് ടൈം ആയിട്ട് ചെയ്യുക എന്നൊക്കെ നമ്മുടെ രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരെ നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മാനസികമോ ശാരീരികമോ ആയ ദൗർബല്യം നിമിത്തം ഉദ്യോഗത്തിൽ തുടരാൻ അയോഗ്യനാകുക, അതുപോലെ തന്നെ ചിത്തഭ്രമം ഉള്ളവനായിരിക്കുക, ഒരു കോടതിയിൽ അപ്രകാരം പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്താൽ അവരെ നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ അഭിപ്രായത്തിൽ സദാചാര ദൂഷ്യം ഉൾക്കൊള്ളുന്ന ഒരു കുറ്റത്തിന് കുറ്റസ്ഥാപനം ചെയ്യപ്പെടുകയും തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുക. അപ്പൊ ഇത്രയുമാണ് അംഗങ്ങളെയും ചെയർമാനെ നീക്കം ചെയ്യാനുള്ള രാഷ്ട്രപതിക്കുള്ള കാരണങ്ങളായിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ വരുന്നത് സെക്ഷൻ 12 കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ സെക്ഷൻ 12 വരുന്നത്. അതൊന്ന് അറിഞ്ഞിരിക്കണേ. മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ സെക്ഷൻ 12 വരുന്നത്. ഇനി സെക്ഷൻ 20 എന്താണ്? കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടും പ്രത്യേക റിപ്പോർട്ടും അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ടും പ്രത്യേക റിപ്പോർട്ടും
ഒക്കെ ഉള്ള സെക്ഷൻ ഏതാണെന്ന് ചോദിക്കാം. സെക്ഷൻ 20-ലാണ് ഇത് ഉൾപ്പെടുന്നത്. അതായത് കമ്മീഷൻ കേന്ദ്ര ഗവൺമെന്റിനും ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിനും ഒരു വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുകയും വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ മാറ്റിവെക്കാൻ പാടില്ലാത്തത്രയും അടിയന്തരമോ പ്രാധാന്യമായ വിഷയമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഏത് വിഷയത്തെ പറ്റിയും പ്രത്യേക റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യാമെന്നാണ് ഈ ഒരു വാർഷിക റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 21 കേട്ടോ. പഠിച്ചു വെക്കണേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 21. ഒരു സംസ്ഥാന സർക്കാരിന് ഒരു മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാം എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21(1) എന്ന് പറയുന്നത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ സെക്ഷൻ 21(2) പ്രകാരം ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ഉണ്ടായിരിക്കേണ്ടത് ആണ് എന്നാണ് പറയുന്നത്. അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സണായിട്ട് വരേണ്ടത്, ചെയർമാനായിട്ട് വരേണ്ടത്. നമ്മൾ പഠിച്ചാണ് എന്താണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സന്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം ചെയർപേഴ്സൺ ആകേണ്ടത്. ഇനി അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ അല്ലെങ്കിൽ ആയിരുന്നതോ ആയ കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയസമ്പത്തുള്ളവരായിരിക്കണം. അപ്പോൾ പഠിച്ചു വെക്കണം. അംഗങ്ങൾ എത്ര ആള്? 2 പേരാണുള്ളത്. ആ അംഗങ്ങളിൽ ഒരാൾ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ അല്ലെങ്കിൽ ആയിരുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം ആ സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പരിചയമുള്ളതോ ആയ ഒരു വ്യക്തി ആയിരിക്കണം. ഇനി രണ്ടാമത്തെ അംഗം, മറ്റൊരു അംഗം മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തിയായിരിക്കണം. രണ്ടാമത്തെ അംഗം ആരാണ്? അംഗത്തിന്റെ യോഗ്യത എന്താണ്? മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തിയായിരിക്കണം. അപ്പം നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 21 ആണ്. സെക്ഷൻ 21(1) പ്രകാരം ഒരു സംസ്ഥാന സർക്കാരിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 21(2) എന്ന് പറയുന്നത്. ആ 21(2) പ്രകാരം നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ക്ലിയർ ആണ്? അടുത്തത് സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 22 കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. സംസ്ഥാന കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനവുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ്? സെക്ഷൻ 22 ആണ്. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ് കേട്ടോ. നമ്മൾ പഠിച്ചാണ് സംസ്ഥാന ചെയർപേഴ്സണെയും അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും മറ്റ് അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി ചെയർപേഴ്സൺ, നിയമസഭാ സ്പീക്കർ, നിയമസഭാ ആഭ്യന്തരമന്ത്രി, അതുപോലെ സംസ്ഥാന ആഭ്യന്തരമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സെക്ഷനാണ് സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും അംഗത്തിന്റെയും രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെക്ഷൻ 23 ആണ്. പഠിച്ചു വെക്കണേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സന്റെയും അംഗത്തിന്റെയും രാജിയും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 23. ഇനി സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണറാണ് കേട്ടോ. സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സണും അംഗങ്ങളും രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കാണ്? ഗവർണർക്കാണ് സമർപ്പിക്കേണ്ടത്. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ. അതുകൂടെ അറിഞ്ഞിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയായിരിക്കും. പക്ഷേ അവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണറിനും ആയിരിക്കും. ഇനി സംസ്ഥാന കമ്മീഷനിലെ ചെയർപേഴ്സണെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗത്തെയോ നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പെരുമാറ്റ ദൂഷ്യം, അതുപോലെ തന്നെ കഴിവില്ലായ്മയൊക്കെയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. രാഷ്ട്രപതിക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സണെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗത്തെയോ നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് പെരുമാറ്റ ദൂഷ്യം, അതോടൊപ്പം തന്നെ കഴിവില്ലായ്മയുമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ് കേട്ടോ. 3 വർഷമാണ്. ഓഫീസിൽ പ്രവേശിച്ച് തീയതി മുതൽ 3 വർഷമാണ്. അതോടൊപ്പം തന്നെ 70 വയസ്സ് വരെയാണ് കാലാവധി വരുന്നത്. പുനർനിയമനത്തിന് അർഹനും ആണ് കേട്ടോ. അതുകൂടെ അറിഞ്ഞിരിക്കണം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധിയുമായി ബന്ധപ്പെട്ട സെക്ഷൻ 24 ആണ്. ഇനി അടുത്ത് നോക്കാം. മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 30 കേട്ടോ. പഠിച്ചു വെക്കണേ. പരീക്ഷയ്ക്ക് ചോദിക്കാം. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൽ മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 30 ആണ് കേട്ടോ. എന്താണ് മനുഷ്യാവകാശ കോടതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന കുറ്റങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടുകൂടി ഓരോ ജില്ലയിലും ഒരു സെക്ഷൻസ് കോടതിയെ പ്രസ്തുത കുറ്റങ്ങൾ
വിചാരണ ചെയ്യുന്നതിനുള്ള മനുഷ്യാവകാശ കോടതിയായി വിജ്ഞാപനം വഴി നിർദ്ദേശിക്കാവുന്നതാണ്. അപ്പോൾ പഠിച്ചു വെക്കണം, മനുഷ്യാവകാശ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ 30 എന്താണ് മനുഷ്യാവകാശ കോടതി എന്ന് പറയുന്നത്? മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന കുറ്റങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ സമ്മതത്തോടുകൂടി ഓരോ ജില്ലയിലും ഒരു സെക്ഷൻസ് കോടതിയെ പ്രസ്തുത കുറ്റങ്ങൾ വിചാരണ ചെയ്യുന്നതിനുള്ള മനുഷ്യാവകാശ കോടതിയായി വിജ്ഞാപനം വഴി നിർദ്ദേശിക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ആണ് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ആ നിയമത്തിലെ വസ്തുതകളും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംരക്ഷണ നിയമമായിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുമാണ് പഠിച്ചത്. ഇതിൽ നിന്നേ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരത്തുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസിന്റെ 2 നോട്ടുകൾക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് മുമ്പിൽ തരുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം അഭിപ്രായങ്ങളൂടെ ഒന്ന് അറിയിച്ചേക്കണേ. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു വിവരാവകാശ നിയമങ്ങളും മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത്. ഈ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ഇനി വരുന്ന പരീക്ഷകളിൽ മാർക്ക് ഉറപ്പായിട്ടും ചോദിക്കുകയുള്ളൂ. അപ്പൊ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതേ. നോട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ്.